ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നമ്മുടെ ഷ്യാമിനെ കുറിച്ചിട്ട് നമ്മുടെ അമ്മായി ചോദിക്കുന്നുണ്ട്. എന്ത് തീരുമാനിച്ചു അശോകേട്ട ഷ്യാമോൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പ്രമീളെ ധൃതി പിടിക്കൽ രാധെ പ്രമീളെ നിങ്ങൾ ധൃതി പിടിക്കല്ലേ, ഒരുപാട് ആലോചിച്ചിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്രീതിയുടെ കാര്യത്തിൽ സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതൊരു പണക്കൊതിയനായിരുന്നു. അതുപോലെയാണോ ഷ്യാമോൻ എന്ന് നമ്മുടെ അമ്മായി ചോദിക്കുമ്പോൾ നമ്മുടെ അശോകേട്ടൻ പറയുന്നുണ്ട്, എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ശ്രുതിയുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ എങ്ങനെയാണ് അവളെ വിവാഹം നടത്തുന്നത്, എങ്ങനെയൊക്കെ ഒരു പയ്യനെ കുറിച്ച് ആലോചിച്ച് അന്വേഷിച്ച് ഒരു വിവാഹം നടത്തോ അതുപോലെ തന്നെ വേണം അവളുടെ വിവാഹം നടത്താൻ. ചേട്ടാ പറയണത് കൊണ്ടൊന്നും വിചാരിക്കരുത്. പ്രീതിനെ പോലെയല്ല ശ്രുതി. അവൾ കുറച്ച് വെകിളി പിടിച്ച ടൈപ്പാണ്. അങ്ങനെ എല്ലാ പയ്യന്മാർക്കും അവളുടെ സ്വഭാവം ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഒരു പയ്യൻ വന്നു കഴിഞ്ഞാൽ അത് നല്ല സ്വഭാവമുള്ള പയ്യാണെങ്കിൽ അവനെ തന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ രാധേ നീ പറഞ്ഞു വരുന്നത്, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ, അയ്യോ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവളൊരു വെകിളി ടൈപ്പ് സ്വഭാവമാണല്ലോ, അതുദ്ദേശിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഷ്യാമോനെ ഞാൻ ഗ്യാരണ്ടി, ആ കൊച്ചു നല്ലൊരു പയ്യനാണ്, അത്രമാത്രം എനിക്ക് അശോകേട്ടനോട് പറയാനുള്ളൂ. ഇനി എല്ലാം അശോകേട്ടനെ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഷ്യാമിനെ കുറിച്ച് വളരെയധികം ഒരുപാട് സംശയങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഷ്യാമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് രാവിലെ നമ്മുടെ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് ശ്രുതി അമ്പലത്തിൽ പോവാണ്. ശ്രുതി പറയുന്നുണ്ട്, ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ വളരെ ശക്തിയുള്ളൊരു പ്രതിഷ്ഠയാണ്. പിന്നെ ഇവിടെ ഒരു വിശ്വാസമുണ്ട് അച്ഛ അമ്മേ, വേറൊന്നല്ല, നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ച് ഇവിടുന്ന് പട്ട് വാങ്ങിച്ച് അവിടുത്തെ മരത്തിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് പറയണതെന്ന് പറയുമ്പോൾ, ഓഹോ അപ്പം നിന്റെ അമ്മായി ഇവിടെ വന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ, ആ അമ്മായി 2-3 പ്രാവശ്യം വന്നതാണ് പറഞ്ഞത്, എന്നോട് ഇത് തങ്കം ചേട്ടനാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇന്നൊരു പട്ട് വാങ്ങിച്ച് അവിടെ കെട്ടണം എന്ന് പറയുവാണ്. അതിനുശേഷം അമ്മേനും അച്ഛനും കൂടി അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അതേസമയം നമ്മുടെ അശ്വിൻ അമ്പലത്തിൽ അവിടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂജാരി പറയുന്നുണ്ട്, ഓ എന്നോട് അഞ്ജലി മോള് പറഞ്ഞിരുന്നു അശ്വിൻ സാറാണ് ചരട് മേടിക്കാൻ വരുന്നതെന്ന്, എല്ലാം തയ്യാറാണ് സർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആൺകുട്ടി ഒരു അപ്പുറത്തിരുന്ന് കരയുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്താ മോനെ നീ കരയണേന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും പറഞ്ഞോളൂ അങ്കിളിനോടെന്ന് പറയുവാണ്. ആ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട്, സർ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, അസുഖമായിട്ട് ICUയിലാണ്. അമ്മ ഹോസ്പിറ്റലിൽ നിന്നിട്ട് അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ്, ഒരുപാട് കരയുന്നുണ്ട് അമ്മ. ഇവിടെ വന്ന് പട്ട് കെട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അസുഖം മാറും, നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്ന് എന്നോട് അമ്മ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പട്ട് കെട്ടാൻ വേണ്ടി ഞാൻ വന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല സർ എന്ന് പറഞ്ഞിട്ട് കരയുവാണ്. ആ സമയത്ത് അശ്വൻ പറഞ്ഞിട്ട്, മോൻ കരയല്ലേ, മോനിപ്പോൾ പട്ട് കെട്ടണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ പട്ട് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ആ കുട്ടിനെയും കൊണ്ട് അങ്ങോട്ട് പോകുക കേട്ടോ. ആ സമയം ശ്രുതി അമ്മയും അച്ഛനെയും കൊണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ അച്ഛ നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞാൻ പട്ട് കെട്ടിയിട്ട് വരാമെന്ന് പറയുമ്പോൾ, മോളെ നീ ഇപ്പോൾ പോവല്ലേ, പ്രാർത്ഥിച്ചിട്ട് ഒരുമിച്ച് പോകുമെന്ന് പറയുമ്പോൾ അച്ഛനെ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ്, ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകുക കേട്ടോ. പെട്ടെന്നാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. നമ്മുടെ അശ്വിൻ ആ കുട്ടിനെയും കൂട്ടിക്കൊണ്ട് ആ മരത്തിലെ പട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കേണ്ടത്, ഓ ഇതാണ് ആ കടക്കാരൻ പറഞ്ഞ പട്ടെല്ലാം വാങ്ങിക്കൊണ്ടു പോയ ആ സാറല്ലേ, ഈ സാറ് ഈ കടലമിഠായി എന്താണാവോ ഈ കുട്ടിയുടെ സംസാരിക്കണത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ആ കുട്ടീനെ കൊണ്ട് പട്ടെല്ലാം കെട്ടിപ്പിച്ചിട്ട് ആ കുട്ടിയോട് ചോദിക്കേണ്ട, മോനെ ഇപ്പം സന്തോഷമായോ എന്ന് ചോദിക്കുമ്പോൾ, ഒരുപാട് സന്തോഷമായി സർ, ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അസുഖമൊക്കെ മാറുമായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മാറും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുവാണ്. അതിനുശേഷം ആ കുട്ടി ചോദിക്കേണ്ടല്ല, സാറ് പട്ട് കെട്ടുന്നില്ലേ, ഇല്ല മോനെ ഞാൻ പട്ട് കെട്ടുന്നില്ല, ഓ സാറിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരിക്കുമല്ലേ എന്ന് പറയുക ആ കുട്ടി. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരുപാട് സന്തോഷത്തിലാണ് മോനെ എന്ന് പറയുവാണ്. നീ അമ്മയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം, ഇങ്ങനെ ഇറങ്ങി നടക്കലേട്ട് എവിടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് ആ കൊച്ചിൻ്റെ പോക്കറ്റിൽ വെക്കുവാണ്. അമ്മയുടെ പറഞ്ഞാൽ മതി, ഈ സാറ് തന്നേന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട്, ഇത് ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ കയ്യിൽ പൈസ കുറിച്ച് കൊടുക്കുവാണ്. ആ കൊച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വിൻ്റെ കാലിൽ വീഴുവാണ്. മോനെ നീ എന്താ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ശരി നീ എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോയി നിൽക്കുക, അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ആ കുട്ടീനെ അവിടെ നിന്ന് വിടുക കേട്ടോ. അതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് പോവാണ്. മോനെ ആരാ ആ സാറെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല ചേച്ചി, ഞാൻ ഇവിടെ വെച്ച് കണ്ടതാ, ഞാൻ കരയുന്ന കണ്ടപ്പോൾ ആ സാർ എൻ്റെ അടുത്ത് വന്നു, ഈ പട്ടൊക്കെ വാങ്ങിച്ചു തന്നു, എൻ്റെ അച്ഛന് മരുന്ന് മേടിക്കാനുള്ള പൈസ തന്നു, നല്ല സാറാ എന്ന് പറയാണ്. അപ്പോൾ മോനെ ഇതിനു മുമ്പ് ആ സാറിനെ കണ്ടിട്ടില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഇല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. ശരി ചേച്ചി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോകുവാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിന് പോയ വഴി തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി വീട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രീതിയുടെ
അടുത്ത് പറയേണ്ടത് ചേച്ചി ഞാൻ ഈ മനുഷ്യരെക്കുറിച്ച് മനസ്സിലാക്കണതൊക്കെ വെറുതെയാണ് എന്ന് പറയുമ്പോൾ അതെ അത് ഞാൻ നിന്നോട് എപ്പോഴും പറയാറുണ്ടല്ലോ ശ്രുതി, നിനക്ക് കാണുന്നവരൊക്കെ പാവങ്ങളാണ്, നിന്നോടൊന്ന് ചിരിച്ച് സംസാരിച്ചാൽ നീ അപ്പം പറയും അവർ പാവമാണെന്ന്. മനുഷ്യരുടെ സ്വഭാവം മനസ്സിലാക്കാൻ നിനക്ക് ഒട്ടും പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോൾ അതെ ചേച്ചി. അല്ല നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അതെ ആ കടലമിഠായി ഉണ്ടല്ലോ, ഞാൻ അയാളെ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടു. ആ അശ്വിൻ സായരാമയോ? അയാൾ അമ്പലത്തിൽ നിന്ന് പോവാത്ത ഒരു ആളാണല്ലോ. അതേ ചേച്ചി, അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കോ പെട്ടെന്നാണ് നമ്മുടെ ശ്രുതി സമയം നോക്കണത്. അയ്യോ ഇത്ര സമയമോ ചേച്ചി, കഥയൊക്കെ ഞാൻ പിന്നെ പറയാൻ കേട്ടോ, സമയം ഒത്തിരി ആയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകുക കേട്ടോ. അതിനുശേഷം ശ്രുതി വേഗം പോകുവാണ്. അതിനുശേഷം കാണിക്കണം നമ്മുടെ ഷ്യാമിനെ നമ്മുടെ അഞ്ജലി വിളിക്കണതാണ്. ഹലോ ചേട്ടാ, ചേട്ടൻ വരുന്നില്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചേട്ടനെ അറിയില്ലേ? അറിയാം രാജകുമാരി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം, ഇത്തിരി ജോലി തിരക്കുണ്ട്. അല്ല ആ ശ്രുതി അവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ എത്തിയുള്ളൂ ചേട്ടാ എന്ന് പറയുവാണ്. എന്താണെന്ന് ചേട്ടൻ ശ്രുതിനെ കുറിച്ച് ചോദിക്കണേ? ഒന്നുമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് പണിയെ ഒതുക്കിയിട്ട് അങ്ങോട്ട് വരാട്ടോ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ഷ്യാം ഫോം വെക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മായും പുറകെ നിൽക്കണം കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ അച്ഛൻ ചോദിക്കേണ്ടേ, അല്ല ആരാ മോനെ ഈ രാജകുമാരി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, അശോകേട്ട അത് ഷ്യാമോൻ്റെ വകയിലെ ഒരു ഒരു ആൻറ്റിയാണ്, മോൻ്റെ അമ്മയുടെ സുഹൃത്താണെന്ന് പറയുവാണ്. പുള്ളിക്കാരത്തിൻ്റെ പേരാണ് രാജകുമാരി, പുള്ളിക്കാരത്തിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ. ആ സമയത്ത് ഷ്യാം പറയട്ടെ, പാലക്കാട്. പാലക്കാട്ടുകാരാണ്, അപ്പോൾ എനിക്കറിയാമായിരിക്കുമല്ലോ പാലക്കാട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്കിളിനെ അറിയാൻ വഴിയില്ല, പാലക്കാടാണ് അവരെങ്കിലും അവർ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യണത്. ശരി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഷ്യാം മുകളിലേക്ക് കയറി പോവുക. ഷ്യാമിൻ്റെ പ്രവൃത്തിയിൽ ശ്രുതിയുടെ അച്ഛനെ വല്ലാത്ത സംശയം തോന്നും കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂജാരി. ആ സമയത്ത് അശ്വിൻ അവിടെ നിൽക്കണ കാണുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, അന്ധവിശ്വാസികൾക്കൊക്കെ വിശ്വാസമായി തുടങ്ങിയോ ഈശ്വര, എന്തൊക്കെ കാണണം എന്നൊക്കെ ഒച്ചത്തിൽ ഇങ്ങനെ പറയുക കേട്ടോ. അത് കേട്ട് അശ്വിൻ കേൾക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അതിൻ്റെ മറുപടിയൊന്നും പറയുന്നില്ല. ശേഷം അശ്വിൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടുത്തെ രാമേട്ടനോട് ചോദിക്കേണ്ടതല്ല ഇന്ന് എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ അയ്യോ അത് കൊച്ചിനറിയില്ലേ, ഇന്ന് അശ്വിൻ സാറിൻ്റെയും അഞ്ജലി മേഡത്തിൻ്റെ അച്ഛനും അമ്മയും മരിച്ച ദിവസമാണ്, അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും അതിന് നടക്കണേന്ന് പറയുമ്പോൾ അതായിരുന്നുവല്ലേ എന്ന് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ അവിടെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ കൊണ്ട് അശ്വിൻ്റെ കൈ കൊടുക്കുവാണ്. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ നീ തന്നെ അവിടെ വെക്ക് എന്ന് പറയുവാണ്, പിണ്ടത്തിൽ വെക്കണമെന്ന് പറയുവാണ്. അങ്ങനെ അശ്വിൻ ആ പീഠത്തിൽ വെക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുക കേട്ടോ. എടുക്കുന്ന സമയത്ത് അശ്വിൻ ആ ഫോട്ടോയിലേക്ക് കുറച്ചു നേരം നോക്കുന്നുണ്ട്. അതിനുശേഷം ആ പീഠത്തിലേക്ക് ആ ഫോട്ടോ വെക്കുവാണ്. ശ്രുതിയും ആ ഫോട്ടോ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പൂജാരി പോയി കുളിച്ച് വാന്ന് പറയുവാണ് റൂമിൽ. അപ്പോൾ അങ്ങനെ അശ്വിൻ റൂമിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി സർ സോറി എന്ന് പറയുകയാണ്. അശ്വിൻ അത് മൈൻഡ് ചെയ്യാണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അശ്വിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ശ്രുതിയും പോകുന്നുണ്ട്. അശ്വിൻ റൂമിൽ എത്തിക്കഴിയുമ്പോഴേക്കും ശ്രുതി വാതിൽ മുട്ടുവാണ്. ശ്രുതി വാതിൽ മുട്ടുമ്പോൾ അശ്വിൻ തുറക്കുന്നുണ്ട്. എന്താ നീ വാതിൽ മുട്ടുന്നത്, എന്ത് വേണം നിനക്കെന്ന് ചോദിക്കുമ്പോൾ സർ സോറി, എനിക്കറിയില്ലായിരുന്നു സാറിൻ്റെ അച്ഛനും അമ്മയുടെ ഇന്ന് ഓർമ്മ ദിവസമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സർ എന്ന് പറയുവാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, സർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് കേട്ടോ, ആ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു, സാറിൻ്റെ അമ്മയുടെ അതേ കണ്ണുകളാണ് സാറിന്, അതേ മുഖമാണ് സാറിന് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അശ്വിൻ അപ്സെറ്റ് ആവുകയാണ്. അശ്വിൻ പറയുന്നുണ്ട്, നീ എന്താ പറയാമെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സാർ ഇന്ന് എന്നോട് ദേഷ്യപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, സാറിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ അശ്വിൻ പൊട്ടിത്തെറിക്കുമായിട്ട്, എന്ത് മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവുമെന്ന് നീ പറയണത്, എൻ്റെ മാനസികാവസ്ഥ നിനക്കെന്നല്ല ഈ ലോകത്ത് ആർക്കും മനസ്സിലാവില്ല, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ചിതക്ക് ഒരു ദിവസം തിരി കൊളുത്തേണ്ടി വന്ന എൻ്റെ അവസ്ഥ, ആ ചെറുപ്പത്തിൽ എൻ്റെ മാനസികാവസ്ഥ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു സഹതാപം തോന്നും, ഒരു ദിവസത്തേക്ക് മാത്രം, വേറെ ആർക്കും ഒരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പുറത്തേക്ക് ഇടുക കേട്ടോ. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് വാതിലടച്ചിട്ട് അശ്വിൻ പൊട്ടിക്കരയുന്നൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.